ഹലോ ഗൈസ്, അങ്ങനെ ഇന്നാണ് കല്യാണം. 2 മണിക്കാകുമ്പോൾ എണീറ്റു, ഇതാ ഫ്രഷായി. കുറച്ച് വാക്സിങ്ങൊക്കെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇപ്പോൾ 3 മണിയായി. ഞാൻ അപ്പുറത്തെ റൂമിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങോട്ട് പോവാണ്. അവർ ചെന്നൈയിൽ നിന്നുള്ളവരാണ്, എനിക്ക് തമിഴ് അറിയില്ല. ആകെ പ്രശ്നമൊക്കെ ആയിരിക്കും, എന്നാലും നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. ജീവിത മാം ഇതൊക്കെ ആരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക? ആരൊക്കെ? സിസ്റ്റർ இப்படியெல்லாம் இருக்காது. അത് വന്ന് സൂപ്പർ ആയിരുന്നു. ഞാൻ മിക്കവാറും തമിഴ് പഠിക്കും കഴിഞ്ഞ് മേക്കപ്പ് കഴിയുമ്പോഴത്തേനും. ഞാൻ വരെ മലയാളം പഠിപ്പിക്കും. മലയാളം പഠിക്കണ്ടേ? മലയാളം പഠിക്കണ്ടേ? ഞാൻ പഠിപ്പിക്കും മലയാളം. அவங்க சொல்லி தராங்களா? ഓക്കേ, ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ലെൻസ് വെക്കാൻ പോവാണ്. ടാസ്ക് ഇമ്മാതിരി ടാസ്ക് ഇല്ല, ട്രൈ ചെയ്ത് നോക്കിയോക്ക. എനിക്ക് എപ്പോഴും കുറെ ടൈം എടുക്കും, അതുപോലെ തന്നെ ഒരു 5 to 10 minutes ഒക്കെ എടുക്കാറുണ്ട്. കണ്ടെന്തെങ്കിലും വേണ്ടത് വരും. ട്രൈ ചെയ്ത് നോക്കിയോക്ക. நீங்க கொட்டா விடுறதுல தெரியுது. அவங்க சோன் விட்டுட்டாங்க. കട്ട് ചെയ്ത് കുറച്ച് பின்னாடி மீம் மெட்டீரியல் மாதிரி. அக்கா நீங்க கொட்டா விடுறதுல கவர் ஆயிடுச்சு. ചെറിയ കണ്ണായതുകൊണ്ടേ കുറച്ച് കഴിപ്പിക്കാറ്. കൊള്ളാം കൊള്ളാം. വേഗം വെച്ചു. സാരി ഡ്രപ്പീസ് വന്നു. ചേച്ചിയും ഏട്ടനും വീട് ഹാഫ് മേക്കപ്പോട് അതായത് അവരുടെ ടീം എടുക്കുന്നില്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ടായിക്കോട്ടെ, അല്ലേ? അത് ഉണ്ടായിക്കോട്ടെ അല്ലേ? അത്ര സാരി ഡ്രൈപ്പിങ് കഴിഞ്ഞു. ഡ്രൈപ്പിച്ചതാ താഴെ ഡ്രൈപ്പിസ്റ്റ്. അടിപൊളി. ഗൈസ്, അങ്ങനെ എന്താ കല്യാണം ഞങ്ങള് ഗുരുവായൂരിക്ക് നടന്നുകൊണ്ടിരിക്കുക.
കല്യാണം കഴിഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അയ്യോ, ഇത് അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ആ സ്റ്റിക്കല്ലേ ആ ഓക്കെ ബൈ. ഓക്കെ ഇതൊന്നും പറയില്ലേ, കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. കല്യാണം വിചാരിക്കുന്ന പോലെ തന്നെ ரொம்ப ടാസ്ക്. ഞാൻ അവിടെ പോയിട്ട് തമിഴൊക്കെ പഠിച്ച് അവരെ കൂടി ഇരുന്നിട്ട് ഫുള്ള് ഓട്ടം. നമ്മുടെ ബീച്ചിലുണ്ടായിരുന്ന ഷൂട്ട് ക്യാൻസലാക്കി. അപ്പം നമ്മൾ വീട്ടിലേക്കല്ല, നമ്മുടെ അവിടുത്തെ ഓഡിറ്റോറിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ കൊണ്ടിരിക്കുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരു പഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്ന് അക്കുടു ഇവിടെ അവിടെ വന്നിട്ട് ഷോർക്കും. എന്നിട്ട് ഓക്കെ ഗൈസ് ബൈ. അങ്ങനെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഷൂട്ടിന് നീക്കാണ് കടവല്ലൂർ അമ്പലം. ക്യാമറയ്ക്ക് വെക്കി, ഗ്ലാസും കൊടുത്ത ക്യാമറയ്ക്ക്. അങ്ങനെതാ റിസപ്ഷൻ മേക്ക് ഓവർ. പൊറാട്ട സുന്ദരി ചാവി കിട്ടിയോ? അതൊന്നും കാണുന്നുണ്ടാവില്ല. Hi, Kapi. ഇത് ഇപ്പോഴേ ഇട്ടുള്ളൂ. ഓക്കെ ബൈ ഗൈസ്.